കേരളത്തിൽ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായിരിക്കുന്നത് നിലവിൽ ഇടതുപക്ഷമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് കേരളത്തിൽ തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും ഇത്തവണ കോർപ്പറേഷൻ നഷ്ടപ്പെട്ട് അത് എത്തിയിരിക്കുന്നത് BJPയുടെ കയ്യിലുമാണ്. വി രാജേഷ് എന്ന പുതിയ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ. ഈ മേയർ തിരുവനന്തപുരത്ത് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒരു മേയർ എന്നുള്ള രീതിയിൽ ഇതാണ് മേയർ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ടെത്തിച്ച ഒരു വ്യക്തി തന്നെയാണ് രാജേഷ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ തോതിലൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ പുതിയ ഒരു ഭരണസമിതി കയറിയതിൽ പിന്നാലെ അതെല്ലാം തന്നെയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന തരത്തിലോട്ട് ഇപ്പോൾ മേയർ വി രാജേഷ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അഴിമതികൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള കാര്യങ്ങൾ എന്നൊക്കെ തന്നെയും ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുന്ന തരത്തിലായിരുന്നു രാജേഷിൻ്റെ ഓരോ നീക്കങ്ങളും എന്നുള്ളത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൽ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. മേയറുടെ നീക്കങ്ങളും അതോടൊപ്പം തന്നെ മേയർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയും ജനങ്ങൾക്കിടയിൽ അത്രത്തോളം വാർത്താ പ്രാധാന്യം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് ജനങ്ങൾക്ക് അത്രത്തോളം ജനപ്രീതി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാനും നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് അല്ലെങ്കിൽ വി രാജേഷിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇത് എല്ലാ അർത്ഥത്തിലും ഇനിയുള്ള 5 കൊല്ലം, ഈ 5 കൊല്ലം തികയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു തരത്തിലാണ് വി രാജേഷിൻ്റെ പോക്കെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി അങ്ങോട്ട് ഒരു തരത്തിലുമുള്ള നോട്ടം ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് BJPയുടെ കൈവശം തന്നെ ഈ ഒരു കോർപ്പറേഷൻ ഇനി അങ്ങോട്ട് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് വി രാജേഷിൻ്റെ ഓരോ നീക്കങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്നുള്ളതും എടുത്തു പറയേണ്ടി വരും. ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അവർക്ക് ഇനി അങ്ങോട്ട് കാലുകുത്താൻ പാകത്തിനുള്ള ഒരു തരത്തിലുമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് BJP ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന കണക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതുമാത്രമല്ല, എന്തൊക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയായിട്ട് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വി രാജേഷ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തോതിൽ തിരിച്ചടിയായി മാറിയ കാര്യമെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഉടനീളം നോക്കുമ്പോൾ തന്നെയും 6 കോർപ്പറേഷനുകൾ ഉള്ളിടത്ത് ആകെ ഒരൊറ്റ കോർപ്പറേഷനിൽ മാത്രമാണ് ഏറ്റവും വലിയ തോതിലുള്ള അഴിച്ചുപണികൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വാർത്താ പ്രാധാന്യം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. ബാക്കി മേയർമാർ എന്ത് ചെയ്യുന്നെന്നോ അല്ലെങ്കിൽ ബാക്കി മേയർമാർ ആരൊക്കെ എന്ന് പോലും ആർക്കും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആകെ ഒരൊറ്റ മേയർ മാത്രം, അത് വി രാജേഷ് എന്ന പേര് മാത്രമാണ് എല്ലായിടത്തും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതായത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പല രീതിയിലുമുള്ള അഴിമതി കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പല രീതിയിലുമുള്ള പിടിച്ചുപറികൾ, പലതരത്തിലുമുള്ള വിൽപ്പനശാലകളൊക്കെ തന്നെയും പൂട്ടിക്കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ വി രാജേഷിനെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വി രാജേഷ് എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും ഈ പറയുന്ന തോതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ തോതിൽ ഒരു അഴിച്ചുപണി നടത്താൻ തന്നെയാണ് രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നത് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. ഈ ഒരു തരത്തിലാണ് പോകെങ്കിൽ എല്ലാ അർത്ഥത്തിലും വി രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ പൂർണ്ണ തോതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കിങ് മേക്കറായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉടനീളം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.